കാര്യം പറയാം. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിലൊരു കമൻറ്റ് ഞാൻ കണ്ടതാണ്. എല്ലാവർക്കും എക്സാമ്പിൾ വേണം, മനസ്സിലായില്ലേ? നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ വായയിലേക്ക് ഞാൻ ഇതൊക്കെ കോരിത്തരാം എന്നൊന്നും ഞാൻ കരാറൊന്നും എടുത്തിട്ടില്ല, മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞു തന്നു, അത് നടക്കാം നടക്കാതിരിക്കാം, അത് നടന്നിട്ടുണ്ടോ, മുമ്പ് നടന്നിട്ടുണ്ടോ എന്നൊക്കെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ട കടമ നിങ്ങളെയാണ്, മനസ്സിലായില്ലേ? ഞാൻ അത് എക്സാമ്പിൾ കാണിച്ചാലും മാത്രമേ നിങ്ങൾ വിശ്വസിക്കൂ എന്നുള്ളവർ നിങ്ങൾ ഈ ചാനൽ കാണണ്ട, മനസ്സിലായില്ലേ? നിങ്ങൾ കഷ്ടപ്പെട്ടാലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഞാൻ മുമ്പ് കുറേ പ്രാവശ്യം ഇതുപോലെ കണ്ടത് കൊണ്ടാണ്, എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ ഷെയർ ചെയ്യണത്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ നിങ്ങളെ കുറ്റം പറയുന്നതല്ല. നിങ്ങൾ ചാർട്ടിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചാർട്ടിൽ കാണിക്കാതെ ഞാൻ സെപ്പറേറ്റ് ഒരു ഏരിയയിൽ വരച്ചൊക്കെ കാണിച്ചത്. മനസ്സിലായോ? എന്തുകൊണ്ട് അങ്ങനെ കാണിക്കണേ? നിങ്ങൾ മെയിൻ ചാർട്ടിൽ അതുപോലൊക്കെ വന്നിട്ടുണ്ടോ, പ്രീവിയസ് ഡേയിലൊക്കെ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അല്ലാതെ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരില്ല. അങ്ങനെ എക്സാമ്പിൾ കാണിക്കാൻ നിന്നാൽ ഞാൻ എല്ലാം എക്സാമ്പിൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണം. ഞാൻ എന്തുകൊണ്ട് പിയാനിൽ കാണിക്കാത്തത്? ഇതാണ് ഒരു കാരണം, മനസ്സിലായി? നിങ്ങൾക്കെല്ലാം കാണണം. നിങ്ങൾ കണ്ടാൽ മാത്രം വിശ്വസിക്കുകയുള്ളൂ എന്നുള്ള ഒരു മട്ടിലാണ് കുറേ പേര് വരുന്നത്. പിന്നെ കുറേ പേര് എന്നെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. സംഭവം എനിക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞു, നിങ്ങൾക്കതൊരു രസമായിരിക്കാം, നിങ്ങളെ സന്തോഷമായിരിക്കാം, നിങ്ങളുടെ അസുഖത്തിൻ്റെ ഒരു ഭാഗമായിരിക്കാം. ഓക്കെ, നൈസ്, നിങ്ങൾ ചെയ്തോ, സന്തോഷമൊക്കെ ഉള്ളൂ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ കഷ്ടപ്പെടാതെ ഒരിക്കലും നിങ്ങൾ രക്ഷപ്പെടില്ല, മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളെ ഒന്നും പറയുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ കുറ്റം പറഞ്ഞതുമല്ല. നിങ്ങൾ മനസ്സിലാക്കണില്ല, മനസ്സിലായി? അത്രേ എനിക്ക് വിഷമമുള്ളൂ. നിങ്ങൾ സ്വയം രക്ഷപ്പെടാനുള്ള, അല്ലെങ്കിൽ നിങ്ങളത് കണ്ടുപിടിക്കാനുള്ള ശ്രമം നടത്തണില്ല എന്നാലോചിക്കുമ്പോൾ ഒരു വിഷമം മാത്രമേ ഉള്ളൂ എനിക്ക് കേട്ടോ. ഓക്കെ, ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാനിവിടെ കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് നിഫ്റ്റിയിലെ ചാർട്ടാണ് കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞ എല്ലാ സിനാരിയോകളും മിങ്കിൾ ചെയ്യുന്നൊരു ചാർട്ടാണിത്. ഓക്കെ, ഞാൻ ഇത് മാത്രമേ കാണിച്ചുള്ളൂ. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നുണ്ട്, ഇതിൻ്റെ ബെയറിഷിങ്ങിൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട്. അതിൽ ഞാൻ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞു തരില്ല, നിങ്ങൾ കണ്ടുപിടിക്കുക. വേണമെങ്കിൽ കണ്ടുപിടിച്ചാൽ മതി, എനിക്കൊരു നിർബന്ധമില്ല, മനസ്സിലായില്ലേ? ഇതിപ്പോൾ എൻ്റെ മക്കളൊന്നുമല്ലല്ലോ നിങ്ങൾ ഈ യൂട്യൂബിൽ കമൻറ്റ് ഇടണവർ. ഓക്കെ, അപ്പോൾ നോക്കിക്കോ, ഇത് ഒരു ബ്രേക്കിംഗ് നടന്നതാണ് അല്ലേ? ഇതൊരു ബ്രേക്കിംഗ് നടന്നതാണ് അല്ലേ? അപ്പോൾ ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്, 50% എബോ ബ്രേക്കിംഗ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിക്ക് നമ്മൾ ഒരിക്കലും എടുക്കില്ല. നമ്മൾ ബോഡി ക്ലോസിങ് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. അതാണ് സ്ട്രോങ് ഒരു ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ വിക്ക് എങ്ങനെ ഉണ്ടാവണേ? ബയ്യേഴ്സോ സെല്ലേഴ്സോ ഫെയിലാവുമ്പോഴാണ് വിക്ക് ഉണ്ടാവുന്നത്, മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ ബോഡി എടുക്കുകയാണെങ്കിൽ, ബോഡി നമ്മളെടുത്തു, ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കിയേ, ശരിക്കും ഇത് കുറച്ചുകൂടി സൂം ചെയ്ത് നോക്കുമ്പോൾ അറിയാം, റെസിസ്റ്റൻസിൻ്റെ താഴെയാണ് അല്ലേ? റെസിസ്റ്റൻസ് ഒന്ന് ഇറക്കി വരച്ചൊന്നും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഓക്കെ, റെസിസ്റ്റൻസിന് തൊട്ട് താഴെ, അല്ലെങ്കിൽ ആ റെസിസ്റ്റൻസിൻ്റെ കറക്റ്റ് ആ ഒരു ഏരിയയിലാണ് ബ്രേക്കിംഗ് വന്നിട്ടുള്ളത്, ബോഡി ക്ലോസിങ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അത് വാലിഡ് അല്ല. അത് ഒന്ന്. രണ്ടാമത്തെ ഒരു കേസ് ഞാൻ പറഞ്ഞുതരാം. ഇത് വാലിഡ് അല്ല എന്ന് പറയാൻ മെയിൻ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ, ഈ ക്യാൻഡിൻ്റെ ഫുൾ ഫോർമേഷൻ കഴിഞ്ഞതിന് ശേഷം വിക്ക് ഇതുപോലെ വന്നിട്ടുണ്ട്, മനസ്സിലായില്ലേ? വിക്ക് ഇതുപോലെ ക്ലോസിങ് കിട്ടിയാൽ എന്താണെന്നറിയോ? അത്രയും സെല്ലേഴ്സ് അവിടെ നിന്ന് പ്രഷർ ചെയ്യുന്നുണ്ട്. കാരണം എന്താ? അതിൻ്റെ ഒരു റീസൺ കൂടി ഞാൻ പറഞ്ഞുതരാം. മുൻപ് ഒരു നല്ല സെല്ലിങ് നടന്ന സ്ട്രോങ് ക്യാൻഡിലിൻ്റെ സെയിം ഏരിയയിലാണ്, അതായത് സെയിം ഏരിയ എന്ന് പറഞ്ഞാൽ ഇതേ ഏരിയയിലാണ് ഇപ്പോൾ മാർക്കറ്റ് വന്നിട്ടുള്ളത്, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ എപ്പോഴും മാർക്കറ്റ് ഇപ്പോൾ ബൈയിങ് ആയാലും സെല്ലിങ് ഏരിയ ആയാലും റിജക്ഷൻ കാണിക്കും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് അല്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴായിരിക്കും നമ്മൾക്ക് ഇതിപ്പോൾ ചാർട്ട് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒന്നാമത് ഈ കഴിഞ്ഞു പോയ ചാർട്ടിൽ ഒരു സാധനം പറഞ്ഞു തരാൻ ഇഷ്ടമില്ല. കഴിഞ്ഞു പോയാൽ എന്ത് പേക്കൂത്ത് വേണമെങ്കിലും നമുക്ക് നടത്താൻ പറ്റും. നിങ്ങളത് വിശ്വസിക്കുകയും ചെയ്യും. കുറേ മണ്ടന്മാരുണ്ട് അത് വിശ്വസിക്കാനായിട്ട്. ഞാൻ പറയുന്നത്, ഓരോരുത്തർ പഠിപ്പിക്കുന്നത് അങ്ങനത്തെ രീതിയാണ്, അതാണ് വിശ്വസിച്ച് പോകുന്നത്.
കഴിഞ്ഞ് പോയ മാർക്കറ്റിൽ നമുക്ക് എന്ത് വേണമെങ്കിലും വരയ്ക്കാം. എനിക്കിപ്പോൾ ടാർജറ്റ് എസ് എല്ലും വയ്ക്കാം. ഏറ്റവും വലിയ ടാർജറ്റ് ഏറ്റവും ചെറിയ ഒരു പോയിൻ്റ് എസ് എൽ വെച്ചൂടെ. ഞാൻ പറഞ്ഞു ലൈവ് മാർക്കറ്റിൽ പഠിക്കുമ്പോഴാണ് നിങ്ങൾ പഠിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയണത്. ഓക്കെ, ഞാൻ ഒന്നും പറയണില്ല. വല്ലോ എന്തെങ്കിലും പറഞ്ഞു പോയാൽ പിന്നെ അത് മറ്റുള്ളവർക്ക് വിഷമമായി. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. നമുക്ക് കണ്ടില്ലേ, ഇതിൻ്റെ താഴെ നിന്നാണ് ഒരു ക്യാൻഡിൽ ഫോമായിട്ട് മുകളിലേക്ക് ബ്രേക്കിംഗ് കിട്ടിയിട്ടുള്ളത് അല്ലേ. ബ്രേക്കിംഗ് ഉടൻ വരെ കിട്ടി അല്ലേ. അപ്പോൾ അത് ബോഡി ക്ലോസ് മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? ഇപ്പോൾ ഇവിടെ നിന്ന് ബോഡി ഓപ്പണായി, ബോഡി ഇവിടെ വന്നിട്ടാണ് ക്ലോസ് ആയിട്ടുള്ളത് അല്ലേ. ഇത് 50% എബോ ആണോ വെച്ചാൽ 100% നമുക്കറിയാം 50% എബോ ആണെന്നുള്ളത് അല്ലേ. ഓക്കെ, ഞാൻ പറഞ്ഞിരുന്ന സെനാരിയോകൾ ഇനി നിങ്ങൾ പതുക്കെ ഓർത്തെടുത്തോ. ഒരു ബെയറിഷ് അതായത് ഇതിൻ്റെ ഫോർമേഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞിരുന്നു, മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ തന്നെ, അതായത് ഈ ഏരിയയിൽ ഓപ്പൺ ആയപ്പോൾ തന്നെ മാർക്കറ്റ് ഇവിടെ നിന്നിട്ട് ശരിക്കും ഇങ്ങനെയാണ് പോയിട്ടുള്ളത്. അതായത് ഇങ്ങോട്ടാണ് മാർക്കറ്റ് ഓടിപ്പോയിട്ടുള്ളത്. മാർക്കറ്റ് ഇങ്ങോട്ട് ഓടിപ്പോകുമ്പോൾ നിങ്ങൾ ഒരിക്കലും എൻട്രി എടുക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് 8ൻ്റെ പണി തരാനാണ്. എന്നിട്ട് ഓടിപ്പോയി എടുക്കുന്നവർക്കാണ് എസ് എൽ അടിക്കുന്നത്. മനസ്സിലായില്ലേ? മാർക്കറ്റ് ഇവിടെ നിന്ന് സ്പീഡിൽ പോയിട്ട് ഇവിടെ വന്ന് നിന്നിട്ട് പിന്നെ അവിടെ നിന്ന് നേരെ വന്ന് ഇവിടെ ഒരു വിക്ക് പോലും തരാണ്ട് ക്ലോസായി അല്ലേ. അങ്ങനെ വിക്ക്, അതായത് ഈ ബയ്യേഴ്സിനെ ശരിക്കും പറഞ്ഞാൽ ഫെയിലാക്കി നിർത്തി. ശേഷം എന്തുണ്ടായെന്നറിയോ? ഡിലീറ്റ് ഇവിടെ. ഇതിൻ്റെ താഴെയുള്ള ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുള്ളതൊക്കെ നൈസായിട്ടൊന്ന് എടുത്തിട്ടാണ് പിന്നെ മാർക്കറ്റ് ചെറിയ മൂവ്മെൻറ്റ് മുകളിലേക്ക് തരുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ മൂവ്മെൻറ്റ് തരുമ്പോൾ ഈ ഒരു ഏരിയ തൊട്ട് ഈ ഒരു ഏരിയ വരെ എന്താണ് വീക്കായിട്ടാണ് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ നിങ്ങളൊന്നും മനസ്സിലാക്കണം, മാർക്കറ്റ് വീക്കാവുന്നുണ്ടെങ്കിൽ മാർക്കറ്റിന് എവിടെയോ ലിക്വിഡിറ്റിയോ ഇംബാലൻസോ എന്തൊക്കെയോ കളക്ട് ചെയ്യാനുണ്ട് സംതിങ്. ഓക്കെ, അതും കൂടി ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഞാൻ നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. മാർക്കറ്റ് വീക്കാവുമ്പോൾ, എപ്പോഴും മാർക്കറ്റ് വീക്കാവുമ്പോൾ അത് ഏതെങ്കിലും ഒരു ഡയറക്ഷൻ പിടിക്കാനാണ്. മനസ്സിലായില്ലേ? ഓക്കെ, ശേഷം ഞാൻ പറഞ്ഞ പോലത്തെ ഒരു ക്യാൻഡിൽ ഇവിടെ ഫോം ആയിട്ടുണ്ട് ഇല്ലേ. ഏത് ക്യാൻഡിലാണ്? ഈ റെഡ് ക്യാൻഡിൽ. മനസ്സിലായില്ലേ? ഈ റെഡ് ക്യാൻഡിൽ. ഓക്കെ, ഈ റെഡ് ക്യാൻഡിൽ ഫോമായി. ഈ ഫോമായതിന് ശേഷം എങ്ങനെയാണ് ഈ ക്യാൻഡിൽ ഇതായിട്ട് വന്നിട്ടുള്ളത്? അതായത് ഈ ക്യാൻഡിൽ വന്നിട്ടുള്ളത് ഈ ഗ്രീൻ ക്യാൻഡിലിൻ്റെ മുകളിൽ ഓപ്പണായി മാർക്കറ്റ് ഇങ്ങനെ ഒരു പുഷിങ് തന്ന്. അപ്പോൾ ഇങ്ങനൊരു പച്ച ക്യാൻഡിൽ പോണ കാണുമ്പോൾ, അതായത് ഇങ്ങനൊരു ഗ്രീൻ ക്യാൻഡിൽ പോണ കാണുമ്പോൾ ആൾക്കാർക്ക് എന്ത് ത്വര വരാം? മുകളിലേക്ക് എൻട്രി എടുക്കാൻ തോന്നും. മനസ്സിലായോ? മുകളിലേക്ക് എൻട്രി എടുക്കാൻ തോന്നും. അതാണല്ലോ കുറേ പേർക്ക് അബദ്ധങ്ങൾ പറ്റണത്. മുകളിലേക്ക് പോണ പോലെ കാണിക്കുമ്പോൾ എൻട്രി എടുത്തിട്ട് എസ് എൽ എവിടെ വയ്ക്കുമെന്ന് അറിയുമോ? ഞാൻ ഒന്നാമത് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. പിന്നെയും പറയുമ്പോൾ ഭ്രാന്ത് വരും. എസ് എൽ എടുത്തിട്ട് ഇവിടെയൊക്കെ വയ്ക്കും. ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യുന്നൊരു പരിപാടിയാണ് കേട്ടോ. എസ് എൽ എടുത്തിട്ട് ഇവിടെ വയ്ക്കും. ചെറിയ പോയിൻ്റ് വയ്ക്കുന്നവർ അതിൽ കുറഞ്ഞ ക്യാപിറ്റലുള്ളവർ ഇവിടെ വയ്ക്കും. ഇത്തിരിയും കൂടി ക്യാപിറ്റൽ കൂടിയുള്ളവർ ഇവിടെ വയ്ക്കും. നന്നായിട്ട് ക്യാപിറ്റലുള്ളവർ ഇവിടെ വയ്ക്കും. പിന്നെ വയ്ക്കുന്നവർ അത്രയും വലിയ ഫണ്ടൊക്കെ വെച്ചിട്ട് അത്രയും ഉറപ്പുള്ളവർ മാത്രമേ വയ്ക്കുള്ളൂ. അത് വലിയ ടൈം ഫ്രെയിമിൽ വയ്ക്കുള്ളൂ. നോർമലി ഇത്ര ഇവിടം വരെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വയ്ക്കുക. പിന്നെ മാക്സിമം പോയാൽ ഈ ഒരു ഇവിടെ നിന്ന് റിജക്റ്റ് ആവുമെന്ന് മനസ്സിലാക്കിയിട്ട് ഇവിടെ വയ്ക്കുന്നവരും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ എസ് എൽ ഉണ്ടാവും. ഈ എസ് എൽ ഹണ്ട് ചെയ്യണം അവർക്ക്, അല്ലെങ്കിൽ ഈ എസ് എൽ അവിടെ ഉണ്ടെന്നുള്ളത് ആർക്കറിയാം? ഈ ഇൻസ്റ്റിറ്റ്യൂഷനറിയാം. ഇൻസ്റ്റിറ്റ്യൂഷൻ ആരാ? വലിയ ഫണ്ട് മാനേജ് ചെയ്യുന്ന ടീം. മനസ്സിലായില്ലേ? അവരാണ് ഇത് ഹെഡ് ചെയ്യുന്നതായാലും ഇത് എന്താ പറയുക, അതായത് DK വരുത്തുന്നത് അവർ തന്നെയാണ്. അതേപോലെ തന്നെ ഇത് മുകളിലേക്ക് എപ്പോൾ പോകണം താഴേക്ക് എപ്പോൾ പോകണം എന്ന് പറയണതും, അല്ലെങ്കിൽ അവരുടെ ഫണ്ടിങ് അനുസരിച്ചിട്ടാണ് മാർക്കറ്റ് മുകളിലേക്കാണോ താഴേക്കാണോ പോവുക എന്നുള്ളത് ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ, അതൊക്കെ നിങ്ങൾക്കറിയാം. പിന്നെ ഞാൻ ഈ പറയുന്നതിൽ എന്താ പറയുക, തെറ്റുകളും കുറവുകളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ഒരു കൂട്ടമുണ്ട്. അത് വേറെ അങ്ങനെ. ഓക്കെ, അപ്പോൾ ആ ഒരു ക്യാൻഡിൽ ഇങ്ങനെ ഫോമായി ഇല്ലേ, ഇങ്ങനെ ഫോമായി അതിൻ്റെ റേഞ്ചിൻ്റെ അടിയിൽ ഫോമായിട്ട് ഇതുപോലൊരു ക്യാൻഡിൽ തന്നു ഇല്ലേ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട്, ഇങ്ങനെ ഒരു ക്യാൻഡിൽ ഫോമേഷൻ വന്നിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് എന്താ നല്ല ബെയറിഷ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം എന്താ, ഇതൊരു റേഞ്ചിലാണ് നിൽക്കണേ. നോക്കിയേ, ഇതിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് പിന്നെ പോയിട്ടില്ല. ഈ റേഞ്ചിൻ്റെ മുകളിൽ
ഇല്ലല്ലോ? ബോഡി ക്ലോസിങ് വന്നിട്ടില്ലല്ലോ? ഇല്ല. അതാണ് ഞാൻ റേഞ്ചിൽ നിന്ന് അപ്പം പറഞ്ഞിരുന്നത്. ഇത് ഞാൻ എടുത്തു വെച്ച ചാർട്ടൊന്നുമല്ല കേട്ടോ. ഞാനിപ്പോൾ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോഴാണ് കമൻറ്റ് കണ്ടത്. 2 പേര് പറഞ്ഞിരുന്നു ഇതിൻ്റെ എക്സാമ്പിൾ ഇട്ടാൽ അടിപൊളിയായിരിക്കും, എക്സാമ്പിൾ ഇട്ടാൽ അടിപൊളിയായിരിക്കും എന്ന്. ഇത് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഇടുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ക്ലോസിങ് കിട്ടുക. അപ്പോൾ ഈ റേഞ്ചിന് മുകളിൽ ക്ലോസിങ് കിട്ടുകയാണെങ്കിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകാനാണ് സാധ്യത കൂടുതൽ. പക്ഷേ ആ റേഞ്ചിൻ്റെ താഴെയാണ് ക്ലോസിങ് കിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, നമുക്ക് അതായത് ഇങ്ങനത്തെ കൺഫർമേഷനൊക്കെ നമ്മൾക്ക് ഒരു 10 പ്രാവശ്യമൊക്കെ മാർക്കറ്റിൽ കാണുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ എൻട്രി ഒക്കെ എടുക്കാം. മനസ്സിലായില്ലേ? അതായത് ഇതിൻ്റെ ബോഡിയുടെ ഉള്ളിലേക്ക് ഒരു ഇത് വരുമ്പോൾ, അതായത് മാർക്കറ്റ് വരുമ്പോൾ നമുക്ക് ഇവിടം വരെയൊക്കെ ടാർഗറ്റ് വെച്ചിട്ട് ചെറിയൊരു എൻട്രി ഒക്കെ ഇനീഷ്യേറ്റ് ചെയ്യും. ചെറിയൊരു എൻട്രി, മനസ്സിലായില്ലേ? അതൊക്കെ പ്രോഫിറ്റ് കിട്ടും, അതൊക്കെ നൈസാണ്. പക്ഷേ ഞാൻ പറഞ്ഞു, അതൊന്നും നിങ്ങൾ ചെയ്യാണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ലത്. നമ്മളൊരു റാലി പിടിക്കാൻ നിൽക്കുമ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ വീണ്ടും ഓരോന്ന് കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒറ്റയടി അടിച്ചൊക്കെ തിരിച്ചു പോകും. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ വരും എന്നുള്ളത്. ഓക്കെ, നിങ്ങളെ മുമ്പത്തെ വീഡിയോസ്, അതായത് ഇപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ മുമ്പത്തെ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ശേഷം ഉണ്ടായിട്ടുള്ളത് നിങ്ങൾ ജസ്റ്റ് വാച്ച് ചെയ്ത് നോക്കിയേ എന്തുണ്ടായിട്ടുള്ളത്. ഞാൻ പറഞ്ഞ പോലെയല്ലേ വന്നിട്ടുള്ളത്. ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ടായിരുന്നു, ആ ഇംബാലൻസ് വന്ന് കളക്ട് ചെയ്യുകയും ചെയ്തു. ഈ മാർക്കറ്റ് നേരെ വന്ന് ഇവിടെയുള്ള ആ ഒരു ബ്രേക്കിംഗ് ലൈൻ, അതായത് റെസിസ്റ്റൻസ് പിന്നെ സപ്പോർട്ടായ ആ ഒരു സപ്പോർട്ടിൽ വന്ന് സപ്പോർട്ട് എടുത്തിട്ടാണ് പിന്നെ മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്, റിവേഴ്സ് ആവുന്നത്. ആ റിവേഴ്സ് ഞാൻ പറഞ്ഞിരുന്നു നല്ലൊരു 1-ാം തരം റിവേഴ്സ് ആയിരിക്കും അല്ലേ? റിവേഴ്സ് 1-ാം തരം റിവേഴ്സാണെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, ഇപ്പോൾ ഈ റിവേഴ്സ് നിങ്ങൾ കണ്ടു ഇല്ലേ? റിവേഴ്സ് കണ്ടല്ലോ. അപ്പോൾ അത്യാവശ്യം നല്ല മൂവ്മെൻറ്റുള്ള റിവേഴ്സിങ് ആയിരുന്നു ഇവിടെ നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതായത് റീട്രേസ്മെൻറ്റ് എന്നൊക്കെ പറയും നമ്മൾ. ഇവിടെ നല്ലൊരു റീട്രേസ്മെൻറ്റ് തന്നു, അതായത് ഈ ഒരു ഏരിയയിൽ നിന്ന് അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മാർക്കറ്റ് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എൻട്രി വേറൊരു കേസ് കൂടി പറഞ്ഞുതരാം കേട്ടോ. ഞാനിപ്പോൾ ഇത് കണ്ടുകൊണ്ട് തന്നെ പറയുകയാണ്. മാർക്കറ്റിലേ വേറൊരു കണ്ടീഷനും കൂടി ഞാൻ പറഞ്ഞുതരാം. മാർക്കറ്റിൽ ഇങ്ങനെ വിക്കുകൾ നിൽക്കുമ്പോൾ, അതായത് ഇങ്ങനെ വിക്കുകൾ നിൽക്കുമല്ലോ, ഇതേപോലെ വിക്കുകളൊക്കെ നിൽക്കുമ്പോൾ, ഈ വിക്ക് അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തെ ഈ വിക്കൊക്കെ, ഇങ്ങനത്തെ വിക്കുകൾ നിൽക്കുമ്പോൾ ഒരിക്കലും ആ ലൈനിലേക്ക് വരാൻ നിങ്ങൾ കാത്തിക്കരുത്. സീരിയസ്ലി പറയാം, ലൈനിലേക്ക് വരാൻ കാത്തിക്കരുത്. വിക്ക് എവിടെയാണോ ലാസ്റ്റ് ഏറ്റവും ഹൈ വിക്ക് ഏതാണോ, ഈ തൊട്ടടുത്തുള്ള ഹൈ വിക്ക് ഏതാണോ, ആ വിക്കുമ്മൽ തട്ടിയിട്ടായിരിക്കും മാർക്കറ്റ് റിവേഴ്സ് ആവുക. മനസ്സിലായില്ലേ? അതിൻ്റെ ഉള്ളിലേക്ക് വരാനൊന്നും നിൽക്കില്ല. ഓക്കെ, ഇവിടെ പിന്നെ വേറൊരു സെനാരിയും കൂടി ഉണ്ടായിട്ടുണ്ട്. ഞാൻ അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ സെല്ലേഴ്സ് ഫെയിലാവുന്നത് കാണാം. സെല്ലേഴ്സ് ഫെയിലാവുന്നത് കാണാം, കണ്ടില്ലേ? ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ ആണോ അല്ലേ എന്ന് നോക്കിയോ. സെല്ലേഴ്സ് ഫെയിലായി. നെക്സ്റ്റ് ക്യാൻഡിൽ എന്താ, ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു. പിന്നെ മാർക്കറ്റ് എന്തായി, മുകളിലേക്ക് പോയി. ഈ ഗ്രീൻ ക്യാൻഡിലും കൂടി നോക്കി കഴിഞ്ഞ് ഞാൻ പറഞ്ഞൊരു മോഡലല്ലേ ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ടുള്ളത്. ഈ ഗ്രീൻ ക്യാൻഡിൽ നോക്കിയേ, കണ്ടില്ലേ? ബോഡി തന്നു, ചെറിയൊരു വിക്ക് തന്നു. അതായത് മാർക്കറ്റ് താഴേക്കാണ് പോകുന്നത്. അതായത് ഇവിടെ ഓപ്പണായി എന്നിട്ട് ഫസ്റ്റ് മാർക്കറ്റ് താഴേക്ക് പോകുന്ന പോലെ ഇങ്ങനെ ഒരു ഹിൻറ്റ് കാണിച്ചു. നമുക്ക് അപ്പോൾ തന്നെ ഇവിടെ നിന്ന് എൻട്രി എടുക്കാം ഇല്ലേ? ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെ കാണിക്കുമ്പോൾ എൻട്രി എടുക്കുക എന്നുള്ളത്. കാണാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് വീഡിയോ കണ്ടാൽ മനസ്സിലാവും കേട്ടോ. അങ്ങനെ ബോഡിയുടെ താഴേക്ക് വരുമ്പോൾ നമുക്കൊരു എൻട്രി എടുക്കാം, ടാർഗറ്റ് ഇവിടെ വയ്ക്കാം. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ പോലും പ്രീമിയം ചാർട്ടിൽ നിങ്ങൾക്ക് 40 പോയിൻ്റ് എങ്ങനെ പോലും കളക്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? നമ്മളെ സ്റ്റുഡൻസ് ഈ എൻട്രി ഒന്നും എടുക്കില്ല കേട്ടോ. നമുക്ക് ഈ റൂളില്ല കേട്ടോ. കാരണം വെച്ചാൽ ഇത് ഞാൻ അറിയാത്ത ആൾക്കാർക്ക് വല്ലവർക്കും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. ഇത് കുറേ പേർക്ക് അറിയായിരിക്കും, എങ്കിലും ക്യാൻഡിൽ ഫോർമേഷൻ ഇങ്ങനെയാണ് വരാമെന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. ഈ സെയിം സാധനം ഏറ്റവും ഭംഗിയായിട്ട് വർക്ക് ചെയ്യുക എവിടെയാണെന്നറിയോ? പ്രീമിയം ചാർട്ടിലാണ്. അതായത് ഇതിൻ്റെയൊക്കെ പ്രീമിയം ചാർട്ടിലാണ് ഇതിലും ഭംഗിയായിട്ട് വർക്ക് ചെയ്യത്. ഓക്കെ, എന്നാലും ഞാൻ മെയിൻ ചാർട്ടിൽ ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു എക്സാമ്പിൾ. ഓക്കെ, ഇപ്പോൾ ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ബെയറിഷിൻ്റെ പറയുമ്പോൾ നിങ്ങൾ ഇനി വീണ്ടും വന്നിട്ട് അതെന്താ ഇങ്ങനെ ചാർട്ട് ഇത് കാണിക്കുന്നു പറയല്ലേ. നിങ്ങൾ കണ്ടുപിടിക്കുക. നിങ്ങൾ തേടാത്ത കാലത്തോളം നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് കിട്ടില്ല.
നിങ്ങൾ അന്വേഷിച്ചിറങ്ങുക തന്നെ വേണം. നിങ്ങൾ പണിയെടുക്കണം, നിങ്ങൾ കഷ്ടപ്പെടണം. ഞാൻ എന്നാൽ ഹാർഡ് വർക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഡിസിപ്ലിൻ വേണം, ഹാർഡ് വർക്കും വേണം എന്ന് പറഞ്ഞപ്പോൾ ഒരുത്തൻ ചോദിക്കുന്നുണ്ടായി, ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, അതിന് ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ഒറ്റ അർത്ഥമുള്ളൂ മലയാളത്തിൽ. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒറ്റ അർത്ഥമുള്ളൂ, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിൻ്റെ അർത്ഥം അറിയില്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്തോളൂ. ഓക്കെ ഓക്കെ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളെ സ്റ്റുഡൻസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ ഏതാണ്ടൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞതിൽ ഒരൊറ്റ സിനാരിയോ വരാത്തുള്ളൂ. ഇവിടുന്ന് ഡയറക്റ്റ് ഇങ്ങനെ വന്നിട്ടില്ല മാർക്കറ്റ്, ഇങ്ങനെ വയ്ക്കി ഇങ്ങനെ വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരു സിനാരിയോ അല്ല വന്നിട്ടുള്ളതെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ വന്നിട്ട് ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ എന്താണോ ഉണ്ടാവുന്നത് മാർക്കറ്റ് അതേപോലെ തന്നെ റിയാക്ട് ചെയ്യുള്ളൂ. ഞാൻ പിന്നെ വേറെ കേസും കൂടി പറഞ്ഞിരുന്നു, ടാർഗറ്റ് നമ്മൾ വെക്കുന്നത് എവിടെ ആയിരിക്കണം? ഫസ്റ്റ് ടാർഗറ്റ് ഇതിൻ്റെ ഹൈ ഫസ്റ്റ് ടാർഗറ്റ്. ഓക്കെ, ഈ ലൈൻ ഇവിടുത്തെ ഈ ഒരു ഏരിയ ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് എവിടെ ആയിരിക്കണം? ഈ ഏരിയയിൽ ഒരു ഇംബാലൻസോ അല്ലെങ്കിൽ ഒരു ലിക്വിഡിറ്റിയോ ഉണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇവിടെ ലിക്വിഡിറ്റി ഉണ്ടെന്ന് പറയാൻ കാരണം മാർക്കറ്റ് താഴേക്ക് വരുമെന്ന് വിചാരിച്ചിട്ട് വേടിച്ചിട്ട്, അതായത് ചിലപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ വേടിച്ചിട്ട് ആൾക്കാരുണ്ടാവും. അവർ ഇങ്ങനെ ആയിരിക്കും എസ് എൽ ഇട്ടുണ്ടാവുക. ചിലപ്പോൾ ഇവിടെ നിന്നൊക്കെ ഒരു ക്യാൻഡിൽ ഫോർമേഷനൊക്കെ ഈ സ്ട്രോങ് ക്യാൻഡിലിനെ കണ്ടിട്ടൊക്കെ എൻട്രി എടുത്തിട്ട് എസ് എൽ ഇവിടെ ഒക്കെ വെച്ചിട്ടുണ്ടാവും. അതായത് ഏത് സ്ട്രോങ് ക്യാൻഡിൽ? ഈ സ്ട്രോങ് ക്യാൻഡിൽ. ഓക്കെ, ഈ സ്ട്രോങ് ക്യാൻഡിലിനൊക്കെ കണ്ടിട്ട് എൻട്രി എടുത്തിട്ട് അവിടെ എസ് എൽ വെച്ചിട്ടുണ്ടാവും. അവിടെയാണ് സ്റ്റോപ്പ് ലോസ് ഉണ്ടെന്ന് പറയുന്നത്. അത് ചിലപ്പോൾ ഒരു 100 പേരോ അല്ലെങ്കിൽ 1,00,000 പേരൊക്കെ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഏരിയനാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഈ ഏരിയ അങ്ങനെ എടുത്തിട്ടുള്ളവരെ ഈ ഏരിയനാണ് ലിക്വിഡിറ്റി ഏരിയ എന്ന് പറയുന്നത്. അത് നമുക്ക് സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് വെക്കാനും പറ്റും. മനസ്സിലായില്ലേ? അപ്പം നമുക്ക് നല്ലൊരു റിസ്ക് റിവാർഡ് റേഷ്യോ ഇത് പ്രകാരം തന്നെ കിട്ടും. ഇപ്പോൾ ഈ ഒരു മെയിൻ ചാർട്ടിൽ 80 പോയിൻ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറഞ്ഞത് പ്രീമിയം ചാർട്ടിൽ ഒരു 100 പോയിൻറ്റിന് മേലെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഞാൻ പറഞ്ഞുതരാം, ഒരു 50 പോയിൻ്റൊക്കെ 55 പോയിൻ്റ് അല്ലെങ്കിൽ 60 പോയിൻ്റൊക്കെ നിങ്ങൾക്ക് എങ്ങനെ പോലും കളക്ട് ചെയ്യാൻ പറ്റും. 50 പോയിൻ്റൊക്കെ കളക്ട് ചെയ്യുന്നല്ലെങ്കിൽ നമ്മളെ റൂള് പ്രകാരം 1:5 1:6 ഒക്കെയാണ്. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ ഇനി എക്സാമ്പിൾ ചോദിച്ചു വരരുത്, എക്സാമ്പിളൊക്കെ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. ഇത് ഞാനിപ്പോൾ നിങ്ങൾക്കിത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നല്ലൊരു പെർഫെക്റ്റ് സംഭവം ഞാൻ കണ്ടുപിടിച്ചതാണ്. ഞാൻ ഇതിനും ഇതിനു മുമ്പ് ഞാനിതുപോലെ ചാർട്ടുകൾ കുറേ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ് ഞാൻ നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ ഇടയിലുണ്ട് എനിക്കിട്ട് താങ്ങണ്. ഓക്കെ, ഇനി ഇവിടെ ഓരോ എക്സാമ്പിളുകൾ ഇതേപോലെ വേറെ എക്സാമ്പിൾ കൂടി കാണിച്ചു തരാൻ. ഇത് ടൈം ഫ്രെയിം വ്യത്യാസമുണ്ട് കേട്ടോ, നോക്കിക്കോ. ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും മനസ്സിലാവുന്ന ഏറ്റവും കൂടി ഇതിലിടണം എന്ന് മാത്രം. ഇപ്പോൾ ഇതൊരു എക്സാമ്പിളാക്കി ജസ്റ്റ് ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ മാർക്കറ്റ് വന്നിട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കിയേ, ഒരു സ്ട്രോങ് ക്യാൻഡിൽ ഫോർമേഷൻ മുകളിൽ ക്ലോസിങ് കിട്ടി ഇല്ലേ? നമ്മൾ എൻട്രി എടുക്കുമോ? ഇല്ല, നമ്മൾ വെയിറ്റ് ചെയ്യും, കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യും. എപ്പോഴാണോ മാർക്കറ്റ് ഇങ്ങോട്ട് വരുന്നത്, ഞാൻ എല്ലാ സെനാരിയും പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, മാർക്കറ്റ് വന്നു, ഈ ഒരു ഇംബാലൻസ് കളക്ട് ചെയ്ത് വന്നിട്ട്, അതായത് ഇത് നമ്മൾ പറഞ്ഞതിൻ്റെ ചെറിയൊരു ഓപ്പോസിറ്റാണ് എങ്കിലും നമ്മൾക്ക് വിശ്വസിക്കാം ഇത് മറ്റോണേ നടക്കുള്ളൂ എന്നുള്ളത്. ഇങ്ങനെ തിരിച്ച് പോകുന്നുള്ളത് നമുക്ക് വിശ്വസിക്കാം മുകളിലേക്ക്. മനസ്സിലായില്ലേ? കാരണം എന്താണെന്നറിയോ? നമുക്ക് എങ്ങനെ നമുക്ക് എന്തുകൊണ്ടൊക്കെ റീസൺ കിട്ടണേ? മാർക്കറ്റ് ഇവിടെ തൊട്ട് ഈ ഒരു ഏരിയ വരെ, ഈ റേഞ്ചിൽ എത്തുന്ന വരെ മാർക്കറ്റ് എന്താ കാണിച്ചിട്ടുള്ളത്? വീക്ക്നെസ്സാണ് കാണിച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ? ഇവിടെ എന്താണുള്ളത്? സ്ട്രോങ് ഇമ്പൾസീവ് മൂവ് അല്ലേ? സ്ട്രോങ് ക്യാൻഡിൽസ്. മാർക്കറ്റ് ഇവിടെ കാണിച്ചിട്ടുള്ള എന്താണ്? വീക്ക്നെസ് അല്ലേ? അപ്പം നമ്മൾ മനസ്സിലാക്കണം, മാർക്കറ്റ് വീക്ക് ആവുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് പറക്കാനായിരിക്കും. ഓക്കെ, അപ്പം നമുക്കറിയാം മാർക്കറ്റ്
ഇങ്ങനെ ഒരു ബ്രേക്കിങ്ങും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ മുകളിലേക്ക് പോകാൻ സാധ്യത എന്നുള്ളത് നമുക്ക് മാക്സിമം നമുക്ക് എന്താ എവിടെയൊക്കെ ടാർജറ്റ് വയ്ക്കാൻ പറ്റും. ഒരു ഇംബാലൻസോ ലിക്വിഡിറ്റിയോ ഉള്ള ഏരിയയിൽ വയ്ക്കാൻ പറ്റും. ഇവിടെ ഇംബാലൻസ് ഉണ്ട് മക്കളെ, ഇല്ലേ? ഇംബാലൻസ് ഇല്ലേ? ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട് മക്കളെ, ഇല്ലേ? ലിക്വിഡിറ്റി ഇല്ലേ? നമുക്ക് അവിടെ വരെ ടാർജറ്റ് വെച്ചൂടെ? ഇപ്പോൾ ഇവിടെ വന്ന് മിറ്റിഗേറ്റ് ചെയ്യാൻ നമ്മൾ വേറെ ഒന്നും നോക്കണം. നിങ്ങളാ പറഞ്ഞ ഏരിയയിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുക. ഓക്കെ, ഒരു ചെറിയ പോയിൻ്റ് എസ് എൽ ഒക്കെ വയ്ക്കുക. ഇത് ഞാൻ പറഞ്ഞു, ഒന്നാമത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കേസുണ്ട്. കണ്ടിട്ട് എസ് എൽ വയ്ക്കുന്നതും കാണാണ്ട് എസ് എൽ വയ്ക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ധൈര്യമുള്ളവർക്ക്, നല്ല ധൈര്യമുള്ളവർക്ക് നമുക്ക് ഈ റേഞ്ച് വയ്ക്കാൻ പറ്റും. പിന്നെ ഭയങ്കര ധൈര്യം, എന്ത് വന്നാലും ഞാൻ നടുങ്ങില്ല കുലുങ്ങില്ല എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഇവിടെ വയ്ക്കാം ടാർജറ്റ്. മനസ്സിലായോ? ഇത് തന്നെ ഒരു 100 പോയിൻ്റ് ഓൾറെഡി ഇത് നടന്നിട്ടുണ്ടാവും. അതായത് പ്രീമിയത്തിൽ 100 പോയിൻ്റ് ആയിട്ടുണ്ടാവും. നിങ്ങൾക്ക് എടുക്കാനുള്ള ധൈര്യം കൂടി വേണമെന്ന് മാത്രം. മനസ്സിലായ? ലാസ്റ്റ് ടൈമിൽ ഇപ്പോൾ 3.15 ആയാലും 3.10 ആയാലും 3.7 ആയാലും 2 ആയാലും ഒക്കെ നിങ്ങൾക്ക് ആ ടൈമിൽ അഗ്രസീവായിട്ട് ഇവിടെ നിന്ന് എൻട്രി എടുക്കാനുള്ള ധൈര്യം വേണമെന്ന് മാത്രം ഈ ഏരിയയിൽ നിന്ന്. മനസ്സിലായോ? ഞാൻ അത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങളത് മാത്രം മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നുള്ളൂ. നിങ്ങൾക്കത് മനസ്സിലാവണില്ല എങ്കിൽ അത് പിന്നെ എൻ്റെ കുഴപ്പമല്ല. മനസ്സിലായോ? ഓക്കെ. അതിൻ്റെ അതേപോലത്തെ വേറെ ചെറിയ എക്സാമ്പിൾ കൂടി ഞാൻ കാണിച്ചു തരാം. ചെറിയ എക്സാമ്പിൾ അത് ഞാൻ പറഞ്ഞു, എപ്പോഴും ഞാൻ പറയണ പോലെ 100% വരണം എന്നൊന്നുമില്ല. ചെറിയ വേരിയേഷൻസ് ഉണ്ടായിരിക്കും. ഇവിടെ ബോഡി ക്ലോസിങ് കിട്ടിയിട്ടില്ല. എപ്പോഴാണ് മാർക്കറ്റ് സ്ട്രോങ് ബോഡി ക്ലോസ് കിട്ടണത്? ഈ ക്യാൻഡിലുമ്മിൽ. നിങ്ങൾക്കറിയാം, നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടാലറിയാം ഈ ക്യാൻഡിലുമ്മിൽ. അല്ലേ? ആണോ? അല്ലേ? ആണ്. പിന്നെ ശേഷം മാർക്കറ്റ് വീക്ക്നെസ് ആവണം. നോക്കിയാൽ മക്കളെ, ഉണ്ടോ? ഈ ഒരു റേഞ്ച് വരെ മാർക്കറ്റ് വീക്ക്നെസ് ആയി ഇല്ലേ? മാർക്കറ്റ് വീക്ക്നെസ് ആകുമ്പോൾ നമുക്ക് എവിടെ നിന്ന് എൻട്രി എടുക്കാമെന്നറിയോ? ശരിക്കും ഈ ഒരു ഇത് കാണില്ലേ, ഇങ്ങനെ ഇങ്ങനെ കാണില്ലേ, ഇങ്ങനെ കാണുമല്ലോ. ഇങ്ങനെ ഒരു ക്ലോസിങ് കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എൻട്രി എടുക്കാം, ധൈര്യമായിട്ട് എൻട്രി എടുക്കാം. ശരിയല്ലേ? അങ്ങനെ ഒരു വീക്ക്നെസ് കാണുകയാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. എസ് എൽ ഒരു ബോഡി വലുതാവുന്ന മാത്രമേ ധൈര്യം വേണം. എൻ്റെ ബോഡിയിലേക്ക് വരുമ്പോൾ എൻട്രി എടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? എസ് എൽ ഇവിടെ കൊണ്ടുവയ്ക്കാം. മനസ്സിലായി? എസ് എൽ എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ എപ്പോഴും പറഞ്ഞു, ഒരു സ്വിങ്ങിൻ്റെ, അതായത് ഈ സ്വിങ്ങിൻ്റെ അടിയിലൊന്നും ഞാൻ വെക്കില്ല. ഞാൻ സ്വിങ്ങിൻ്റെ അടിയിൽ വെക്കില്ല. ഞാൻ എന്തുകൊണ്ടാണ്, അത് എനിക്കറിയാം സ്വിങ്ങിൻ്റെ അടിയിലത്തെ ലിക്വിഡിറ്റി വന്ന് എടുത്തിട്ട് പോകുള്ളൂ എന്നുള്ളത്. ഞാൻ കുറച്ച് ഇറക്കി വയ്ക്കും. മാർക്കറ്റ് ഒരു ഏരിയയിലേക്ക് ഇറക്കി വയ്ക്കും. നിങ്ങൾ നോക്കിക്കോ, ഞാൻ പറയണ നുണയാണോ അല്ലേ? നിങ്ങൾ നോക്കിക്കോ, സ്വിങ് എടുത്തിട്ടുണ്ടോ നോക്കിക്കോ, ആ ഒരു ലോ എടുത്തിട്ടുണ്ടോ നോക്കിക്കോ. കണ്ട, ആ ഒരു ലോ വന്നിട്ട് ടാപ്പ് ചെയ്തിട്ടാണ് റിവേഴ്സ് പോയിട്ടുള്ളത് അല്ലേ? ഈ പോയിട്ടുള്ളത് എങ്ങോട്ടാണ് പോയിട്ടുള്ളത് നോക്കിയേ. നിങ്ങൾ ഇത്ര ഒന്നും വെക്കണ്ട. ഫസ്റ്റ് നിങ്ങൾക്ക് വേറെ ഇങ്ങനെയൊക്കെ, അതായത് ഈ സൈഡിലില്ലേ, ഈ സൈഡിൽ വേറെ ഒന്നും ഇല്ലെങ്കിലില്ലേ, നിങ്ങൾ ഈ മെയിൻ ക്യാൻഡിലിൻ്റെ, അതായത് ഈ ക്യാൻഡിൽ ഏരിയയിൽ മാത്രമേ ടാർഗറ്റ് വയ്ക്കാൻ പാടുള്ളൂ. അതിന് മുകളിലൊന്നും വെക്കണ്ട. ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം ഈ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ എങ്ങനെ ക്ലോസിങ് വരണമെന്നും കൂടി വെയിറ്റ് ചെയ്യാം. എന്നിട്ട് അതുവരെ ആ റേഞ്ച് വരെ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റും. ധൈര്യം ഉണ്ടെങ്കിൽ പിടിക്കാം. ഇല്ലെങ്കിൽ ഇതുവരെ എത്തുമ്പോൾ നിങ്ങൾ കട്ട് ചെയ്ത് ഇറങ്ങിക്കോ. എന്നാൽ പോലും ഞാൻ പറഞ്ഞുതരാം, എന്നാൽ പോലും നിങ്ങൾക്ക് എത്ര പോയിൻ്റ് ഇട്ടുണ്ട്? 35 പോയിൻ്റ്. ഇങ്ങനെ പോലെ ഒരു 20 പോയിൻ്റ് പ്രീമിയത്തിൽ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഇത് ഒരു ഇട ദിവസങ്ങൾ ഇടവിട്ട് ദിവസം എന്ന് പറഞ്ഞാൽ ഇടവിട്ടൊക്കെ നടക്കാൻ സാധ്യത കൂടുതലാണ്. മനസ്സിലായോ? ഞാൻ പിന്നെ വേറെ കേസ് കൊണ്ട് പറഞ്ഞുതരാം. ഒന്നാമത് ഞാൻ ഓൾറെഡി വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക, ഈ കഴിഞ്ഞ് പോയ ചാർട്ടിൽ എനിക്കിത് കാണിക്കാൻ തീരെ താല്പര്യമില്ല. ദയവേത് എന്നോട് അങ്ങനെ ചോദിക്കല്ലേ കേട്ടോ. കഴിഞ്ഞ് പോയ ചാർട്ടിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ച് നമുക്ക് ഇതാക്കാൻ പറ്റും. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇപ്പോൾ എന്തായാലും ബെയറിഷിൻ്റെ വീഡിയോ ഞാൻ ഇടാമെന്ന് വെച്ചാണ്. ഇനി അത് ഞാൻ ആലോചിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് കണ്ട് മനസ്സിലാക്കാം. പിന്നെ ഞാൻ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, വെറുതെ ചവറ് പോലെ സംസാരിക്കും, എനിക്കറിയാം. അത് നിങ്ങളെന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് അല്ലേ? ഓക്കെ, അപ്പോൾ ആർക്കും വിഷമമൊന്നും തോന്നണ്ട. ഞാൻ എൻ്റെ വിഷമമാണ്, എൻ്റെ ഫീലിങ്സാണ് പറയുന്നത്. ഇഷ്ടമുള്ളവർ സ്വീകരിക്കുക, ഇഷ്ടമില്ലാത്തവർ
ഒരു മണ്ടൻ്റെ വർത്താനം എന്നുള്ള രീതിയിൽ അത് കണ്ട് തള്ളിക്കളയുക കേട്ടോ. അത്രേ ഉള്ളൂ കേട്ടോ. നമ്മളെല്ലാവരും മനുഷ്യനാണ്. ഒരു പകയോ വിദ്വേഷമോ കാര്യങ്ങളൊന്നും ഉള്ളിൽ വെച്ചിട്ട് ഒരു കാര്യമില്ല. മരിക്കുമ്പോൾ ഒന്നും കൊണ്ടുപോകില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.